ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ബേർഡ് വാച്ചിങ് ആയിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോ ആയിട്ട് നമ്മൾ ബേർഡ് വാച്ചിങ് ഓറിയൻറ്റഡ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സപ്പോർട്ടും വളരെ കുറവാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോയ്ക്ക് നമുക്കൊരു പ്രതീക്ഷിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് 50 വ്യൂസാണ്. 50 വ്യൂസ് കിട്ടുമോ എന്നും അറിയത്തില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ ബേർഡ് വാച്ചിങ് ടാർഗറ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബേർഡ് വാച്ചിങ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ സ്പോട്ടിൽ വെച്ചാണ് 2 പുതിയ ബേർഡിനെ മെർലിൻ സൗണ്ട് ഐഡിയിൽ ഐഡന്റിഫൈ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ബേർഡ്സ് ഇവിടെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ബേർഡിനെ കണ്ടില്ല. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പാൽബിൽഡ് ഫ്ലവർ പിക്കർ ചെങ്കോക്കൻ എന്ന് പറയുന്ന ഒരു ബേർഡാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ നാഗമോഗൻ എന്ന് പറയുന്ന 2 ബേർഡുമാണ് മെർലിൻ സൗണ്ട് ഐഡിയിൽ ഐഡന്റിഫൈ. പക്ഷേ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മെർലിൻ വേറെ ബേർഡ്സിനൊക്കെ മിക്സഡായിട്ട് സൗണ്ട് ആയപ്പോൾ ആ മെർലിൻ ആപ്പ് ഐഡന്റിഫൈ ചെയ്തായിരിക്കും. എന്തായാലും നമുക്ക് പുതിയ ബേർഡ്സൊക്കെ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. പിന്നെ ചെക്ക് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ബേർഡ്സിനൊക്കെ നമ്മളൊരു 10-15 ബേർഡ്സിനൊക്കെയാണ് നമ്മൾ ഏകദേശം ഓറിയൻറ്റഡ് ടാർഗറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. കിട്ടുമോ ഒന്നും അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മറ്റേ ബ്ലാക്ക് ഡ്രൊങ്കോയൊക്കെ അവിടെ സൗണ്ടൊക്കെ ആ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കുട്ടുർമാൻ ബേർഡിൻ്റെയൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു മരം കൊത്തിയ സ്പോട്ടിങ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു തെങ്ങ് ഓലയുടെ താഴെയായിട്ട് നമുക്ക് ആ ഒരു മരം കൊത്തിയ സ്പോട്ടിങ് ആയിട്ടുണ്ട്. എന്തായാലും ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തൊക്കെ ബേർഡ്സിനൊക്കെ നമുക്ക് ഐഡന്റിഫൈ നോക്കാം. ഗൈസ്, നമ്മൾ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് മുന്നേ തന്നെ ആദ്യമേ തന്നെ നമുക്ക് പുതിയൊരു ബേർഡിക്ക് സ്പോട്ടിങ് ആയിട്ടുണ്ട്. ഇതേത് ബേർഡാണ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് കുറച്ചുകൂടി സൈഡിലോട്ട് നീങ്ങി നമുക്ക് ആ ഒരു ബേർഡിൻ്റെ ആ സ്ട്രക്ചർ വെച്ച് നമുക്ക് ആ മെർലിൻ ഐഡിയിൽ മെർലിൻ ആപ്പിൽ നമുക്ക് ആ ഒരു നോക്കാം. എനിക്ക് മുമ്പേ നമ്മൾ ആ കണ്ട സ്പോട്ടഡ് ഡോവിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ബേർഡായിരുന്നു. പക്ഷേ ആ കൺഫേം ആയിട്ട് എന്തായാലും സ്പോട്ടഡ് ഡോവ് അല്ല. ആ ഒരു ഗ്രീൻ പാറ്റേൺ ഒന്നും ആ ഒരു ബേർഡിൽ നമ്മൾ കണ്ടില്ല. എന്തായാലും നമുക്ക് ആ അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് നമുക്ക് ആ മെർലിൻ ഐഡിയിൽ ബേർഡ് ആപ്പിൽ നമുക്ക് ആഡ് ചെയ്യാം. ചെക്ക് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ബേർഡിൻ്റെ പെയറാണെന്ന് തോന്നുന്നു. ആ ഇലക്ട്രിക്കൽ ഫെൻസിങ് ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും സൂം ചെയ്ത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമോ ഒന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും കാണിക്കാം. നമുക്ക് അവിടെ ആയിട്ട് ചെറുതായിട്ട് നമുക്ക് ആ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ നമുക്ക് ആ ഒരു ബേർഡിൻ്റെ ആ ഒരു ഓറഞ്ച് പാറ്റേൺ നമുക്ക് ആ ഒരു സ്പോട്ടിങ് ആവുന്നുണ്ട്. അത് കൺഫേം ആയിട്ട് നമുക്ക് ആ ബേർഡ് ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ സ്പോട്ടഡ് ഡോവിൻ്റെ ആ ഒരു അരിപ്രാവിൻ്റെ ആ ഒരു ബേർഡിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. നമുക്ക് ആ സ്പോട്ടഡ് ഡോവ് എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കൺഫേം ആ ഒരു ബേർഡ് സൗണ്ട് വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ആ കണ്ട ആ ഒരു സ്പോട്ടഡ് ഡോവിൻ്റെ സിമിലായിട്ടുള്ള ബേർഡ് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് മറ്റേ ഏഷ്യൻ എമറാൾഡ് ഡോവ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് ആ ഒരു അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് നമുക്ക് എന്തായാലും ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം. ചെക്ക് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചെക്ക് ലിസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ ചെക്ക് ലിസ്റ്റ് ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ആ ഒരു സ്പോട്ടഡ് ഡോവ് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് സൈറ്റിങ്സ് ആഡ് ചെയ്യാം. സൗണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് കേട്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ഫെൻസിങ്ങിലായിട്ട് നമുക്ക് ആ ഒരു നാട്ടുവേൽത്തത്ത ഏഷ്യൻ ഗ്രീൻ ബീറ്ററിൻ്റെ ബേർഡ് നമുക്ക് ആ സ്പോട്ടിങ് ആയിട്ടുണ്ട്. നമുക്ക് പെയറായിട്ട് നമുക്ക് ആ ഒരു ഫെൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേറൊരു സിമിലർ ആയിട്ടുള്ള ഒരു ബേർഡ് പോസ്റ്റ് കൺഫേം ആയിട്ട് ഏത് ബേർഡാണ് നമുക്ക് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് ആ ബേർഡ് നമ്മൾ സ്കിപ്പ് ചെയ്തു. നമുക്ക് കൺഫേം ആയിട്ടുള്ള നമുക്ക് ആ ഏഷ്യൻ ഗ്രീൻ ബീറ്റർ ബേർഡ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഏഷ്യൻ ആ ഒരു ബേർഡിൻ്റെ സൈറ്റിങ്സ് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സ്പോട്ടഡ് ഡോവിൻ്റെ ആ സൗണ്ട് നമ്മൾ കൺഫേം അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ബേർഡ് കോളിംഗ് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു തെങ്ങിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു കൂടുകൾ നമുക്ക് സ്പോട്ടിങ് ആവുന്നുണ്ട്. നമുക്ക് മിക്കവാറും പുന്താത്തയുടെ മോതിരത്തത്ത ബേർഡ് കൂടുകളായിരിക്കും. മരം കൊത്തി ഒരുപാട് തെങ്ങ് സ്ഥലങ്ങളിലൊക്കെ ഡമ്മി കൂടുകൾ വെക്കും. അപ്പോൾ അവിടെയൊക്കെ ഡമ്മി കൂട് ആ കൂട്ടിൽ ചിലപ്പോൾ ആ ഒരു മോതിരത്തത്ത സ്പോട്ടിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നേരത്തെ വന്നപ്പോൾ നമ്മൾ ആ ഒരു കൂട്ടിൽ നോക്കിയത്. പക്ഷേ ആ ഒരു കൂടിൽ നമുക്ക് ബേർഡ്സിനെ നമ്മൾ സ്പോട്ടിങ് ആയില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടി നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കാം ബേർഡ്സിനെയൊക്കെ സ്പോട്ടിങ് ആകുമോ എന്ന്. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് നോക്കാം. നമുക്ക് ആ ഒരു നാട്ടുവേൽത്തത്ത ഏഷ്യൻ ഗ്രീൻ ബീറ്ററിൻ്റെ ബേർഡ് സൗണ്ടൊക്കെ കോളിംഗ് സൗണ്ടൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. മുമ്പേ നമ്മൾ ആ ഇലക്ട്രിക്കൽ ഫെൻസിങ് കണ്ട ഏഷ്യൻ എമറാൾഡ് ഡോവ് സ്പോട്ടഡ് സിമിലറായിട്ടുള്ള ഒരു ബേർഡ് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് സ്പോട്ടഡ് ഡോവ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് മുമ്പേ നമ്മൾ മെർലിൻ ആപ്പിലേക്ക് നമ്മൾ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആഡ് ചെയ്തായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വന്നാൽ പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വീഡിയോക്ക് സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ വീഡിയോക്ക് താഴെ കാണാൻ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെല്ലേക്ക് എന്നെ വിളിച്ച് ഓൾ ഓപ്ഷനൊക്കെ എന്നെ വിളിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. പിന്നെ
കുറച്ച് 2 ദിവസമായിട്ട് റെഗുലറായിട്ടൊക്കെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. കുറച്ച് റെഗുലറായിട്ട് വ്യൂസൊക്കെ വളരെ കുറവാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആണെങ്കിൽ വ്യൂസ് വളരെ കുറവാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു എഫേർട്ട് നമുക്ക് ആ ഒരു വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോക്ക് മാക്സിമം എല്ലാവരും ഒരു 50-60 വ്യൂസൊക്കെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തൊക്കെ നിങ്ങൾ എല്ലാവരും കൂടെ സെറ്റ് ചെയ്യുക. അപ്പോൾ വ്യൂസ് കിട്ടുമ്പോൾ നമുക്കും ഒരു പോസിറ്റീവാണ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ മൈൻഡ് അത്ര ക്ലിയർ അല്ലായിരുന്നു. വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ടല്ല പ്രിപ്പയർഡ് അല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഈ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ വീഡിയോ തുടങ്ങി ചെയ്തതാണ്. നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ആ ഒരു നാട്ടുവേൽത്തത്തേടെയൊക്കെ സൗണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ വേറെയും ബേഡ്സിനൊക്കെ ഞാൻ ഈ ഭാഗത്തൂടെ ഒക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അത് സ്പോട്ടിങ് ആവുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തോട് വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ് കുട്ടുറുമാൻ്റെ സൗണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. വീഡിയോയിൽ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇപ്പോഴാണ് നമുക്ക് ആ ഒരു മീഡിയം മിഗ്രേറ്റ് ബേർഡ് വരെ കൂടെ പോകുന്നുണ്ട്. നമുക്കത് മീഡിയം മിഗ്രേറ്റ് തന്നെയാണ്. നമുക്കതിന് സൈറ്റിങ്സ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റിൻ്റെ സൈറ്റിങ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ് നമ്മൾ ആ ഒരു മീഡിയം മിഗ്രേറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടോട്ടലി നമുക്ക് 3 ബേർഡിൻ്റെ സൈറ്റിങ്സ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നും ഏതോ സിമിലറായിട്ടുള്ള ബേഡ്സിന് സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് ഏത് ബേഡാന്ന് സ്പോട്ട് ആവുന്നില്ല. നമുക്ക് ആ ഒരു ഭാഗത്തോടെ ജംഗിൾ ബാബ്ലർ കരിയിലക്കിളയുടെ ആ ഒരു ബേഡ് സ്പോട്ട് സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു 3-4-5 ബേഡ് ഒരു ഗ്രൂപ്പായിട്ട് അവിടെ ഉണ്ട്. നമുക്ക് ആ ഒരു ജംഗിൾ ബബ്ലർ ബേഡ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ജംഗിൾ ബബ്ലർ ബേഡ് നമ്മൾ ആഡ് ചെയ്തു. ഒരു 5-6 ബേഡുണ്ട്, നമുക്ക് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടുവേൽത്തത്ത ബേഡ് സൗണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തുമായിട്ട് സൗണ്ട് വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ ബേഡിൻ്റെ സൗണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കോളിംഗ് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ ആ ഒരു ബേഡ് നമുക്ക് സൈറ്റിങ്സ് നമുക്ക് ആഡ് ചെയ്യാം. വീഡിയോയിൽ എത്രത്തോളം ആ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് ആ ഭാഗത്ത് നമ്മൾ ആ ഒരു ബേഡിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു. കുറച്ചധികം ബേഡ്സ് ഇവിടെ ഇത്രയും വൈഡറായിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് കുറച്ച് ബേഡ് സൗണ്ടൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ആവുന്നുണ്ട്, പക്ഷേ നമുക്ക് എല്ലാ ബേഡ്സിനെയും നമുക്ക് സ്പോട്ടിങ് ആവുന്നു. വ്യൂവേഴ്സിനാണെങ്കിൽ ഈ ബേഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കൂടുതൽ ആൾക്കാർക്കും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വ്ളോഗ് വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് താല്പര്യം. പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഈ ബേഡിങ് വീഡിയോസ് നമ്മൾ കുറച്ച് നാളായിട്ട് നേരത്തെ മുതൽ ഞാൻ ഈ ബേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വീഡിയോസ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ നേരത്തെ നമ്മൾ കുറച്ചധികം ചെക്ക് ലിസ്റ്റൊക്കെ നമ്മൾ ഈ ബേഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ടൊന്നും നമ്മൾ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല. പിന്നെ നമ്മുടെ ചാനൽ നേരത്തെ നമ്മൾ സിനിമാറ്റിക് വീഡിയോസൊക്കെ ആയിരുന്നു കുറേ നാളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അതുപോലത്തെ വീഡിയോസ് നമ്മളൊന്ന് നമ്മളൊന്ന് നിർത്തിയതാണ്. പിന്നെയാണ് നമ്മൾ ആ ഒരു ഈ ബേഡിങ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഈ ബേഡിങ് നമ്മൾ വീഡിയോ ആക്കി ചെയ്യാമെന്ന് നോക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തത്. നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ചില ബേഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അവിടോട്ട് പോയി നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ബേഡിങ് വീഡിയോസ് എങ്ങനെയൊക്കെ ഈ ബേഡിങ് വീഡിയോസിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടേക്ക് താഴെ കമൻറ്റ് ചെയ്യണം. നമുക്ക് അത് കുറച്ചുകൂടെ നമുക്ക് വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരാം. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരു കമൻറ്റ്സ് ഞാൻ കാണാം, ഇപ്പോൾ ഷെയ്ക്കാണെന്ന്. അപ്പോൾ വീഡിയോസ് ഷെയ്ക്ക് വരാൻ കാരണം നമ്മൾ ആ ഒരു ട്രൈപോഡ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ വീഡിയോസ് നമ്മൾ എടുക്കുന്നില്ല. കുറച്ചുകൂടി ഫോർമാറ്റായിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ബേഡിങ് ചെയ്യാൻ വന്നപ്പോൾ വൈറ്റ് ക്രസ്റ്റ് സർപ്പൻറ്റീഗിൾ ഒരു ബേഡ് സിമിലറായിട്ട് നമ്മൾ സ്പോട്ടിങ് ചെയ്തായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ഏരിയ ബേഡിങ് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു സർപ്പൻറ്റീഗിൾ സിമിലറായിട്ട് ബേഡിങ് നമ്മൾ സ്പോട്ടിങ് ആയില്ലായിരുന്നു. പിന്നെ നമ്മൾ ആ മരങ്ങളുടെ സൈഡായിട്ടൊക്കെ ആ ഒരു ഈഗിൾ ബേഡിൻ്റെ സ്പോട്ടിങ് നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു ഭാഗത്തായിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ നോർമലി ഈ നൈറ്റ് ആവുന്ന ഈ ടൈമിൽ കുറച്ചധികം ബേഡ്സൊക്കെ നെസ്റ്റിലേക്ക് പോകുന്ന നമുക്ക് സ്പോട്ടിങ് ആവേണ്ടത്, പക്ഷേ നമ്മൾ കൂടുതൽ ബേഡ്സിനൊന്നും സ്പോട്ടിങ് ആവുന്നില്ല. ലക്ക് വളരെ കുറവാണെന്ന് തോന്നുന്നു. കൂടുതൽ ബേഡ്സിനെ സ്പോട്ടിങ് ആവുന്നില്ല. വളരെ കോമൺ ആയിട്ടുള്ള ബേഡ്സിനാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് സ്പോട്ടിങ് ചെയ്തത്. നമ്മൾ കുറച്ച് നേരം നമ്മൾ ആ ഒരു ഭാഗത്ത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു ബേഡ്സിനെയൊക്കെ സ്പോട്ടിങ് ആവുന്നുണ്ടോന്ന്. പക്ഷെ നമ്മൾ അവിടെ വന്നപ്പോഴും കൂടുതൽ ബേഡ്സിന് സ്പോട്ടിങ് ആയില്ല. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് ആ ഒരു തെങ്ങിലായിട്ട് നമുക്ക് കുറച്ച് കൂടുകൾ സ്പോട്ടിങ് ആവുന്നുണ്ട്. അത് മറ്റാ ഇപ്പോൾ നമ്മൾ ആ ഒരു പേക്കുയിലാണെന്ന് തോന്നുന്നു, കുക്കോ ബേഡ് പേക്കുയിലെ ബേഡ് നമ്മൾ സ്പോട്ടിങ് ആയിട്ടുണ്ട്. നമുക്കൊക്കെ അത് പേക്കുയിൽ തന്നെയാണ് കൺഫേം. കറക്റ്റ് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൺഫേം ആയിട്ട് നമ്മൾ സ്പോട്ടിങ് ചെയ്തത് അത് പേക്കുയിൽ ആ ബേഡ് തന്നെയാണ്. നമുക്ക് എന്തായാലും ആ കുക്കോ ബേഡ് നമുക്ക് ചെക്ക് ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ,
നമ്മൾ പേക്കുയിലെ ബേർഡ് സ്പോട്ടിംഗ് ആയിട്ടുണ്ട്. ഈ രാവിലെ നമ്മളൊരു 4 മണി സമയത്തൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പേക്കുവിൻ്റെ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ഒരു ബേർഡ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് രാവിലെ സമയങ്ങളിലൊക്കെ കൂളായിട്ട് കേൾക്കാൻ സാധിക്കും. 4 മണി ഈ പേക്കുവിൽ കിളികൾ ആ ബേർഡൊക്കെയാണ് ഒരു നല്ല സൗണ്ട് രാവിലെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. ആ കേൾക്കുന്ന സമയത്താണ് നമുക്ക് നല്ല പോസിറ്റീവാണ്. നമുക്ക് രാവിലെയൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് രാവിലെ നമുക്ക് ആ ബേർഡ് സൗണ്ട് മാത്രം വെച്ച് നമുക്ക് ഏതൊക്കെ ബേർഡ് സ്പോട്ടിങ് ആണെന്നുണ്ടെന്ന് നമുക്ക് എന്തായാലും ചെയ്യാം. രാവിലെ ഒരു 4 മണി 5 മണി സമയത്തൊക്കെ നമുക്ക് ചെറിയ ബേഡിങ് നമുക്ക് സൗണ്ട് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോഴാണെങ്കിൽ നമ്മളിവിടെ വന്നപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് ഡ്രോങ്കോ ബേർഡിൻ്റെ സ്പോട്ടിങ് ആവുന്നുണ്ട്. നമുക്ക് അതും ഈ ബേർഡ് ആപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഒരു ബ്ലാക്ക് ഡ്രോങ്കോ നമ്മൾ ആ ഒരു സൈറ്റിങ്സ് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കൂടുതൽ ബേർഡ്സ് സ്പോട്ടിങ് ആവുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടി നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നാട്ടുവേൽത്തത്തയുടെ ബേർഡ് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ബേർഡിങ് സ്പോട്ടിങ് ആവുന്നു. ഇപ്പോൾ ആ പോയത് മറ്റേ ആ ഒരു ബേർഡായിരുന്നു, മറ്റേ മോതിരത്തത്ത. നമുക്ക് ആ റോസ്റ്റിംഗ് നെക്കഡ് പാരറ്റ് നമുക്ക് ആ ഒരു ബേർഡ് സൈറ്റിങ്സ് നമുക്ക് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. കൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ചില ബേർഡ്സിൻ്റെ നെസ്റ്റുകളുടെ സ്പോട്ടിങ് നെസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ചെറിയ മരങ്ങളിലൊക്കെയാണ് ചെറിയ കോമൺ ടൈലർ ബേർഡ് ഒക്കെ കൂട് വെക്കുന്നത്. നമുക്ക് കൂടുതൽ ചില സ്പോട്ടിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി ആ കൂടുകളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് ഒരു ഭാഗത്തായിട്ടൊക്കെ നോക്കാം. ഈ മോതിരത്തെ ആണെങ്കിലും കൂടുകൾ വെക്കുന്നത് ഇതുപോലത്തെ ഉണങ്ങിയ തെങ്ങിലൊക്കെയാണ്. നമുക്ക് ഈ മരംകൊത്തി ആണെങ്കിൽ നമ്മളിപ്പം മരംകൊത്തി ഇതുപോലെയൊക്കെയുള്ള ഒരു ഇതുപോലെയൊക്കെ നല്ല ഉണങ്ങിയ തെങ്ങുകൾ കാണുമ്പോൾ ഡമ്മിക്കൂടുകളൊക്കെ ഒരുപാട് വെക്കും. പക്ഷെ കൂട് വെച്ച് പോകുമ്പം തിരിച്ച് ആ കൂടിലാണെങ്കിൽ മൈനയും ഇതുപോലെയുള്ള ചെറിയ ബേർഡ്സൊക്കെ കൂട് വെക്കും. ഈ ഒരു ഭാഗത്തായിട്ട് ബേർഡ്സിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് കുളക്കോഴി ബേർഡ് നമ്മൾ സ്പോട്ടിങ് ആയിരുന്നു. സൂം ചെയ്തത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമ്പോൾ നടത്തില്ല. നമുക്ക് കുറച്ച് സൂം ചെയ്യാം. നമുക്ക് ആ ഒരു സെൻട്രലായിട്ട് ഇപ്പോൾ ആ പറന്ന് പോയില്ലായിരുന്നു, അത് കുളക്കോഴിയെ ബേർഡായിരുന്നു. നമ്മൾ കൺഫേം ആയിട്ട് ആ ഒരു കുളക്കോഴി നമ്മൾ ആ ഒരു ഹെഡിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു വൈറ്റിൻ്റെ ആ ഒരു പാറ്റേൺ വെച്ച് നമ്മൾ ആ ഒരു ബേർഡ് നമ്മൾ കൺഫേം ചെയ്തായിരുന്നു. നമുക്ക് ആ ഒരു കുളക്കോഴി ബേർഡ് നമുക്ക് ഒരു മെർലിൻ ആപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിലാണ് ടോട്ടലി നമ്മൾ 8 ബേർഡ് നമ്മുടെ സൈറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ടോട്ടലി കൗണ്ട് വൈസ് ആയിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ 16, 17, 18 ബേർഡ്സ് നമ്മൾ കൗണ്ട് വൈസ് നമ്മൾ ഈ ബേർഡ് ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് മീഡിയ മിഗ്രേറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് മീഡിയ മിഗ്രേറ്റ് നമുക്ക് ആഡ് ചെയ്തു. ബേർഡാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ലായിരുന്നു. നമുക്ക് എന്തായാലും ആഡ് ചെയ്ത് സ്കിപ്പ് ചെയ്ത ആ ഒരു ബേർഡ് പോട്ടെ. എന്തായാലും നോർമലി ഇപ്പോൾ സമയം ഏകദേശം 6:15 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ നോർമലി ഈ ടൈമിലൊക്കെ ബേർഡ് നെസ്റ്റിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ സ്പോട്ടിങ് ആവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതൽ ബേർഡ്സിനൊന്നും സ്പോട്ടിങ് ആവുന്നില്ല. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് ഡ്രോങ്കോ ബേർഡിൻ്റെ സൗണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് ഗ്രേറ്റർ റാക്കറ്റ് ടൈൽ ഡ്രോങ്കോയാണ്. നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഗ്രേറ്റർ റാക്കറ്റ് ട്രെയിൽ ഡ്രോങ്കോ നമ്മൾ അതിൻ്റെ സൈറ്റിങ്സ് നമ്മൾ ആപ്പിലേക്ക് ഈ ബേർഡ് ആപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെ ആ ഒരു ഡ്രോങ്കോ അവിടെ ഏതോ ഒരു ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യാൻ തോന്നുന്നു. അതിന് കിട്ടിയെന്ന് തോന്നുന്നു. ഏതോ ഒരു ഇൻസെക്റ്റിനെ കിട്ടിയിട്ടുണ്ട്. നോർമലി നമുക്ക് ഇതേപോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുളക്കോഴി ബേർഡ് സൗണ്ട് ഗ്രൂപ്പായിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കേണ്ടത്. പക്ഷെ നമ്മളത് നോക്കിയായിരുന്നു ആ ഒരു കുളക്കോഴി ബേർഡ് ഗ്രൂപ്പായിട്ടുള്ള സൗണ്ട് കിട്ടുമോ എന്ന്. പക്ഷെ നമ്മൾ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴും നമ്മൾ ആ ഒരു ബേർഡ് സൗണ്ട് നമ്മൾ കേട്ടില്ല. എന്തായാലും നമ്മൾ ഇപ്പോൾ ഏകദേശം 6:15 കഴിഞ്ഞ് ആവുന്നുണ്ട്. പിന്നെ ഒരു ബ്രാഹ്മിൻ സ്കൈറ്റ് കൃഷ്ണപരത്തിൻ്റെ നമുക്ക് ഈ ടൈമിലൊക്കെ അതിനെ നെസ്റ്റിലോട്ട് അതിൻ്റെ ആ വലിയ മരങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ നമുക്ക് സ്പോട്ടിങ് ആവേണ്ടത്. പക്ഷെ ആ ഒരു ഈ പരുന്തിൻ്റെ നമ്മൾ സ്പോട്ടിങ് ആവുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കുളക്കോഴി സ്പോട്ടിങ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് സൂം ചെയ്തത്തോളം കിട്ടുമോ നടത്തില്ല. നമുക്ക് ആ ഒരു സെൻട്രലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കുളക്കോഴി എന്ന് പറയുന്നൊരു ബേർഡാണ്. നമുക്ക് ആ ഒരു വൈറ്റ് കളറൊക്കെ സ്പോട്ടിങ് ആവുന്നുണ്ടല്ലോ, അത് കുളക്കോഴി ബേർഡാണ്. എത്രത്തോളം ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കിട്ടുമോ നടത്തില്ല. അപ്പോൾ എന്തായാലും ഒരു 1080p വീഡിയോ റെസൊല്യൂഷൻ മാറ്റി നോക്കുക. അപ്പോൾ ആ ഒരു കുളക്കോഴി ബേർഡാണ്. എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു ഭാഗത്തായിട്ട് കുളക്കോഴിയുടെ നെസ്റ്റ് കാണാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ നെസ്റ്റ് കാണാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ആ കുളക്കോഴി ബേർഡ് നമുക്ക് ആഡ് മുമ്പേ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു നമ്മൾ ആ കുളക്കോഴി ബേർഡ് പറന്നു പോയത്. ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു പറന്നത്. പക്ഷെ നമ്മൾ ആ ഒരു ബേർഡ് തന്നെയാണെന്നോ സംശയമുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ബേർഡ് ആഡ് ചെയ്യാം.
നമുക്ക് ആ ഒരു ഭാഗത്ത് വേറൊരു സിമ്മർ ആ ഒരു ഇലയൊക്കെ അനങ്ങുന്നുണ്ട്. എനിക്ക് 4 കുളക്കോഴിയുടെ പേരാണോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ജംഗിൾ ബബ്ലർ കരിയിലക്കിളി ബേഡ് നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ സൈറ്റിങ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു ടൈമിലാണെങ്കിൽ ചെറിയ കിളികളെ കരിയിലക്കിളി ആണെങ്കിലും മറ്റ് മോതിരത്തത്തെ ആണെങ്കിലും പുന്താത്ത ആണെങ്കിലും ഈ ചെറിയ കിളികളൊക്കെ അവിടെ കോളിംഗ് സൗണ്ടൊക്കെ വെച്ച് ഗ്രൂപ്പായിട്ട് നെസ്റ്റിൽ അവരുടെ ആ ഒരു കൂടി നെസ്റ്റിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. അതായത് നമ്മൾ ആ ഒരു ബേഡിനെയൊക്കെ നമ്മൾ വേറെ ബേഡ്സിനെ നമ്മൾ സ്പോട്ടിംഗ് ആയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കൂടുതലായിട്ട് ബേഡ്സിനെങ്കിൽ ഒന്നും സ്പോട്ടിങ് ആവുന്നില്ല. ആകാശത്തൂടെ ആണെങ്കിൽ നമുക്ക് വേറെ ബേഡ്സ് ഫ്ലൈ ചെയ്ത് പോകുന്നതായിട്ടൊന്നും കാണുന്നില്ല. മുമ്പേ നമ്മൾ പാം ഷിഫ്റ്റ് സിമ്മറായിട്ടുള്ള ബേഡ്സൊക്കെ മുമ്പ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ അത് ഏത് ബേഡാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് കിട്ടിയില്ല. എന്തായാലും നമ്മൾ ഇവിടെ വന്നാലും കൂടുതലായിട്ട് ബേഡ്സിന് സ്പോട്ടിങ് ആകുമോ എന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ചെക്ക് കേസ് നമുക്ക് എൻഡ് ചെയ്യാൻ സമയമാകുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് കണ്ടോ, അതെനിക്ക് തോന്നുന്നു അത് സിമിലറായിട്ട് ആ ഇത് ചൂഴൻ എരണ്ട പക്ഷിയാണെന്ന് തോന്നുന്നു. മറ്റേ ലെസർ വിസിലിംഗ് ഡക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് നമുക്ക് എന്തായാലും മെർലിൻ ആപ്പിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നോർമലി ഈ ഒരു ടൈമിലാണെങ്കിൽ കരിയിലേക്കിലേക്കാണെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ബേഡിനെ കോളിംഗ് സൗണ്ടൊക്കെ വെച്ച് വിളിച്ച് ഒരുമിച്ച് കൂടുകളിലേക്ക് കയറുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ ചെറിയ കുന്താത്ത ആണെങ്കിലും മോതിരത്തത്തെ ആണെങ്കിലും പേരായിട്ട് അവരുടേതായ മരങ്ങളിലൊക്കെ പോകുന്ന ടൈമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്ത് പോകുന്ന ബേഡിനെ സ്പോട്ടിങ് ആവേണ്ടി ഇതാണ്. പക്ഷേ നമ്മളിവിടെയായിട്ട് ബേഡ്സിനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തായിട്ട് അതിൻ്റെ ബേഡ്സിനെ ഒന്നും സ്പോട്ടിങ് ആവുന്നില്ല. മുകളിലായിട്ട് നമുക്ക് ആ ഒരു ലെസ്റ്റർ വിസിലിംഗ് ടെക്ക് ആ ഒരു ചൂടനേരേണ്ട സിമിലറായിട്ടുള്ള ഒരു ബേഡ് പോകുന്നുണ്ട്. പക്ഷേ അത് വിസിലിംഗ് ടെക്ക് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു ബേഡിൻ്റെ സ്പീഷ്യസുള്ള അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് നമുക്ക് ആ റീബേഡ് ആപ്പിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കൂടുതൽ ഇരുട്ടൊക്കെ ആവുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഇതെനിക്ക് തോന്നുന്നു മീഡിയം മിഗ്രറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു മീഡിയം മിഗ്രറ്റ് ബേഡ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സൈറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ആയിട്ട് സൺബേഡ് സിമിലറായിട്ടുള്ള ഒരു ബേഡ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതൊന്നും സൺബേഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതും നമുക്കത് അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് ആഡ് ചെയ്യാം. കൺഫേം ആയിട്ടുള്ള ബേഡ് നമ്മൾ സ്പോട്ടിങ് ആകുമ്പോൾ നമ്മൾ അത് കൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് ആഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കോമൺ ആയിട്ടാണെന്ന് നമ്മൾ ഈ ക്രോസ് കാക്കകളെ ഒന്നും നമ്മൾ ഈ ബേഡ് ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ടാർഗറ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി കോമൺ ആയിട്ട് കാണുന്ന മീഡിയം മിഗ്രറ്റ് ആണ് ഒത്തിരി കോമൺ ആയിട്ട് കാണുവാണെങ്കിൽ നമ്മൾ ഈ ബേഡ് ആപ്പിലേക്ക് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഭാഗത്തായിട്ടൊക്കെ നമ്മൾ ബേഡ്സിനെയൊക്കെ നമ്മൾ ആ ഒരു സൗണ്ട് നമ്മൾ നോക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും നമുക്ക് സ്പോട്ടിങ് ആവുന്നില്ല. എന്തായാലും നമ്മൾ നമ്മൾ ഏകദേശം 10-15 ബേഡ്സ് സ്പോട്ടിങ് ആവുമെന്ന്. എന്നുണ്ട് 3-4 ഏകദേശം ടോട്ടലി നമുക്ക് ഏകദേശം 9 ബേഡ്സിന് നമുക്ക് സ്പോട്ടിങ് ആയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ബേഡ്സ് മിസ്സായിട്ടുണ്ടോ നമുക്ക് നോക്കാം. വൈറ്റ് ത്രോട്ട്, കിങ് ഫിഷർ, സ്പോട്ടഡ് ഡോവ് നമ്മൾ സൈഡിങ്സ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് നമ്മൾ ഏകദേശം 3-4-5 ബേഡ്സ് നമ്മൾ അൺകൺഫേംഡ് ആയിട്ട് നമ്മൾ ഈ ബേഡ് ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് വൈറ്റ് ത്രോട്ട്, കിങ് ഫിഷർ ബേഡ് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പോകുന്നത് നമ്മളിപ്പം കണ്ടായിരുന്നു. നമുക്ക് അതും മുമ്പേ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു നമ്മൾ ചിലപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് പറന്ന് വന്നതായിരിക്കും. എന്നാൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുട്ടുറുമാൻ്റെയൊക്കെ ആ ഒരു ബേഡിങ് സൗണ്ട് നമുക്ക് ആ ഒരു കുട്ടുറുമാൻ്റെ ആ ഒരു ഭാഗത്തുനിന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വൈറ്റ് ചിക്ക്ഡ് ബാർവെറ്റ്. പിന്നെ വേറെ ബേഡ്സിനെ ഒന്നും അങ്ങനെ സ്പോട്ടിങ് ആവുന്നില്ല. എന്തായാലും വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് ഏകദേശം 10 ബേഡ്സിനെ സ്പോട്ടിങ് ആയി. നമുക്ക് എന്തായാലും ചെക്ക് ലിസ്റ്റ് നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ട്രാക്ക് ഹിസ്റ്ററി നമുക്ക് എത്ര കറക്റ്റ് കിട്ടിയോ എന്ന് കൂടി നമുക്ക് നോക്കാം. അത് സ്റ്റോപ്പ് ചെയ്താലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ട്രാക്ക് ഹിസ്റ്ററി നമുക്ക് ഏകദേശം നമുക്ക് കിട്ടും. ഇതേപോലെ നമ്മൾ വന്ന ആ ഒരു പാത്ത് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. നമ്മളിവിടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലൂടെ പോയി പകുതിക്ക് വെച്ച് നമ്മൾ എൻഡ് ചെയ്ത് നമുക്ക് ആ ഈ ബേഡ് അങ്ങനെ നമുക്ക് കറക്റ്റ് ട്രാക്ക് ഹിസ്റ്ററി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളെന്താ ട്രാക്ക് ഹിസ്റ്ററി കൂടെ ചേർത്താണ് നമ്മളെന്താ ചെക്ക് ലിസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് അതായത് ഡയറക്റ്റ് ഇപ്പം തന്നെ നമുക്ക് സബ്മിറ്റ് അങ്ങ് ചെയ്യാം. ഇവിടെ നമുക്ക് ഏകദേശം നമ്മൾ 33 മിനിറ്റോട്ട് നമ്മൾ ഈ ബേഡിങ് ചെയ്തായിരുന്നു. 0.35 കിലോമീറ്റർ നമ്മൾ ടാർജറ്റഡ് ചെക്ക് ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നോ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. എല്ലാ ബേഡ്സും നമ്മൾ എന്തായാലും ചെയ്തില്ല, നമ്മൾ കണ്ടിന്യൂ കൊടുത്തു.
കുറച്ച് ലോഡിങ് ഒന്നും ഇന്നെന്തായാലും ആപ്ലിക്കേഷൻ കൂളായിട്ട് എററായിട്ടൊന്നും വന്നില്ല. നമ്മുടെ ഹോട്ട്സ്പോട്ടിലേക്ക് നമ്മൾ ഈ ഒരു ബേഡ്സിൻ്റെ സൈറ്റിങ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ്. യൂസ് ദിസ് ലൊക്കേഷൻ. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആ ഒരു ഇഗ്രറ്റ് ബേഡിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് എന്തായാലും സബ്മിറ്റ് കൊടുക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഈ ഒരു ബേഡ് ആപ്പിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ഡേറ്റും കൂടെ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ കുറേ ബഗ്ഗുണ്ട് ഗൈസ്. അപ്പോൾ ഈ കുറേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊക്കെ ട്രാക്കൊക്കെ ക്ലോസ് ആയി പോവുകയും പിന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതെന്തായാലും കൂടുതൽ ബഗ്ഗൊന്നും വന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ട്രാക്ക് ഹിസ്റ്ററി നമുക്ക് കിട്ടി. ഇവിടെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ എഡ്വിൻ തോമസിൻ്റെ ആ ഒരു പേരിൽ നമുക്ക് ആ റീസെൻറ്റ് ചെക്ക് ലിസ്റ്റൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഈ ബേഡിങ് ഒരു പാഷനായിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഈ ബേഡിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും വീണ്ടും അടുത്തുള്ള ലൊക്കേഷനിലൊക്കെ പോയി ഈ ബേഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ബേഡ്സിനെയൊക്കെ നമുക്കിത് ഓരോ കൗണ്ടിങ്സ് നമ്മുടെ അടുത്ത ഹോട്ട്സ്പോട്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു സാറ്റിസ്ഫാക്ഷനാണ് ഈ ബേഡിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബേഡിങ് തന്നെ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ ഈ ബേഡിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാനേ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ പ്ലാൻ ചെയ്യാത്ത വീഡിയോ അല്ലാഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചോ എന്നൊക്കെ ഒരു ഇതുണ്ട്. പ്ലാനിങ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് മറക്കാതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാണ്. വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. വീഡിയോ അവസാനം വരെ കാണണം. പിന്നെ കാണുമ്പോൾ നമുക്ക് കുറേ വാച്ച് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ നമുക്കൊരു ഇതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാം വീഡിയോസ് അവസാനം വരെ കാണുക. പിന്നെ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.